നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം. ഒപ്റ്റിക്സിൽ നിന്നുള്ളതാണ്. എ കോൺകേവ് മിറർ, ഒരു കോൺകേവ് മിറർ പ്രൊഡ്യൂസസ് എ റിയൽ മീൻസ് എന്താണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് കോൺകേവ് മിറർ. അത് ഓർത്ത് വെച്ചിരിക്കുക. 4 times മാഗ്നിഫൈഡ് ഇമേജ് പ്ലേസ്ഡ് അറ്റ് 10 centimeter ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അതായത് ഒരു കോൺകേവ് മിററിന്റെ 10 സെന്റിമീറ്റർ മുന്നിൽ വച്ചിരിക്കുന്ന, കോൺകേവ് മിററിൽ നിന്നും 10 സെന്റിമീറ്റർ മുന്നിൽ വച്ചിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് ഈ ഒബ്ജക്റ്റിനെക്കാട്ടിലും 4 മടങ്ങാണ്, 4 മടങ്ങ് മാഗ്നിഫൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദി ഇമേജ്. ഇമേജിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുക. ഇമേജിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മിററിൽ നിന്നും എത്ര ദൂരെയാണ് ഇമേജ്, എത്ര ദൂരെ, എവിടെ, മിററിന്റെ ഫ്രണ്ടിലാണോ ബാക്കിലാണോ എന്ന് പറയാം. നിങ്ങൾക്കറിയാം കോൺകേവ് മിറർ ആകുമ്പോൾ എന്താണ്, മിററിന്റെ ഫ്രണ്ടിലായിരിക്കും എപ്പോഴും ഇമേജ് ഫോം ചെയ്യുന്നത്. ആൻഡ് അടുത്ത കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. അങ്ങനെ 2 പാർട്ടാണ് ഈ ക്വസ്റ്റ്യനകത്തുള്ളത്. നോക്കിയേ, ഇവിടെ നമുക്ക് ആദ്യം തന്നിട്ടുണ്ട് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ M is equal to 2 ഇക്വേഷൻസ് ഉണ്ട്. എന്താണ്? ഇമേജ് ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റ് ഹൈറ്റും, അതുപോലെ തന്നെ M is equal to -V/U. നമുക്കറിയാം V എന്ന് പറയുന്നത് എന്താണ്? V is equal to ഇമേജ് ഡിസ്റ്റൻസ്. V is equal to ഇമേജ് ഡിസ്റ്റൻസ്. U is equal to ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണല്ലോ. ഇനി നമുക്കിവിടെ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ എന്ത് തന്നിട്ട് ഇല്ല. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. U is equal to എത്രയുണ്ട്? 10 ഉണ്ട്. നോക്കിയേ, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരം നമ്മൾ ഇവിടെ നിന്നാണ്, മിററിൽ നിന്നാണ് മെഷർമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിററിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങോട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ, മിററിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ്, മിററിൽ നിന്ന് റൈറ്റിലോട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ്, മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് മുകളിലോട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ്, മിററിന് താഴോട്ട്, പ്രിൻസിപ്പൽ ആക്സിന് താഴോട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? നെഗറ്റീവ്. ഈ സൈൻ കൺവെൻഷൻ പ്രകാരം നമുക്ക് 10 എന്നുള്ളത് 10 സെന്റിമീറ്റർ ആണ്, -10 എന്നിട്ട് കൊടുക്കാം നമുക്ക്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ M is equal to -V/U is equal to മാഗ്നിഫിക്കേഷൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 4 times ആണ്. ആരുടെ 4 times ആണ്? ഇമേജിന്റെ, ഒബ്ജക്റ്റിന്റെ 4 times ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം V is equal to -4U എന്നറിയാം. അങ്ങനെയാണെങ്കിൽ V is equal to മൈനസിനെ നമുക്ക് അങ്ങോട്ടും കൊടുത്തേക്കാം, നമുക്ക് വേണ്ട. അപ്പൊ എന്ത് ചെയ്യും? -4U എന്ന് കിട്ടും. നോക്കിയേ, അവിടെ നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയാം നമ്മുടെ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ദി കോൺകേവ് മിറർ ആണ്, ഫ്രണ്ടിലാണ്. അപ്പൊ നോക്കിയേ, ഇസ് ഈക്വൽ ടു നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ U ഇരിപ്പുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? -40 ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ -40 എന്തായിരിക്കും? 40 സെന്റിമീറ്റർ ഫ്രണ്ടിലായിട്ടായിരിക്കും, കോൺകേവ് മിററിന്റെ ഫ്രണ്ടിലായിട്ട് 40 സെന്റിമീറ്റർ ആയിട്ടായിരിക്കും നമുക്ക് ആര് കിട്ടുന്നത്? ഇമേജ് കിട്ടുന്നത്. ഇനി അടുത്ത പാർട്ടാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ എങ്ങനെയാണ്? നമുക്കറിയാം, മിറർ ഇക്വേഷൻ എന്താണ്? 1/f is equal to 1/u plus 1/v ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1/f എന്താണ്? F is equal to നമുക്കറിയാം എന്താണ്? R/2. ഈ R-നെയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. അപ്പൊ F is equal to R/2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യമേ F വേണം. അപ്പൊ 1/f is equal to 1/-40 plus 1/-10. അതായത് ഞാൻ ഇവിടെ ഈ മൈനസിന് എന്ത് ചെയ്യുക? ഞാൻ ഇവിടെ അങ്ങ് കൊടുക്കുവാണ്. മുകളിൽ കൊടുത്ത് താഴെ കൊടുത്തു കഴിഞ്ഞാലും മുകളിൽ കൊടുത്താലും സെയിം തന്നെ. -1/40 plus -1/10. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1/f is equal to -1/40 പ്ലസ് സെയിം ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ നോക്കിയേ, ഇവിടെ മൈനസും പ്ലസും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് കിട്ടും. സെയിം ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയും ഞാനൊരു 4 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുവാണേ. അപ്പൊ എന്ത് കിട്ടും? 4/40. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1/f is equal to
നമ്മൾ 40യെ നമ്മൾ എന്തെടുക്കും, LCM ആയിട്ട് എടുക്കും. ബാക്കി എന്ത് കിട്ടും, -1 -4. അപ്പൊ എന്ത് കിട്ടും, -1 -4. -1ൽ നിന്ന് -4 കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, -5/40 കിട്ടും. -5/40 എന്ന് പറയുമ്പോൾ എത്രയാണ്, -1/8 ആണ്. അപ്പൊ നോക്കിയേ, നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ഏതാണ്, 1/f is equal to -1/8. അങ്ങനെയാണെങ്കിൽ f is equal to എന്ത് കിട്ടും, 8 കിട്ടും. തിരിച്ചങ്ങ് ഇട്ടാൽ മതി. ഓക്കെ, നമ്മുടെ എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കണമെങ്കിൽ f is equal to r/2. അങ്ങനെയാണെങ്കിൽ r is equal to എന്ത് കിട്ടും, 2f എന്ന് കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ 2 × 8 is equal to എത്ര കിട്ടും, 16 കിട്ടും. പക്ഷെ നമുക്ക് ഇവിടെ എന്താണ്, f is equal to എന്താണ്, ഞാൻ ഇവിടെ ഒരു മൈനസ് വിട്ടുപോയിട്ടുണ്ട്, -8 ആണ്. അപ്പം ഇൻറ്റു f ഇൻറ്റു -8, അപ്പം -16 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ -16 സെന്റിമീറ്റർ. ഓക്കെ, എല്ലാ എക്സാംസിനും നമ്മൾ ഡയറക്റ്റ് നമുക്ക് ഈ 4 times മാഗ്നിഫൈഡ് എന്ന് പറയുമ്പോൾ എന്താണ് മീനിങ്, ഇതാണ് നിങ്ങൾ മീനിങ് കാണേണ്ടത്. m is equal to 4 -v/u is equal to 4. ഇനി ഹൈറ്റ് വെച്ചിട്ടാണ് തന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ മാഗ്നിഫിക്കേഷൻ ഇവിടെ ഇക്വേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ.